വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനൂസ് ആൻഡ് അമൂസ് കിങ്ഡം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്ലൈൻ കണ്ട പോലെ കിയോടൊപ്പമുള്ള ഞങ്ങളുടെ വെക്കേഷൻ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങൾ കിയക്ക് ഇഷ്ടമുള്ള സമയത്ത് വീട്ടിൽ കയറുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. സ്റ്റോറൂമിൽ ബിസ്ക്കറ്റ് എടുക്കാൻ പോന്നാ കിയ ബിസ്ക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. പുറത്ത് കൊണ്ടേക്ക് പുറത്തു ബിസ്ക്കറ്റ് കിട്ടിയില്ലോ കിയക്ക്. അയ്യോ കിയ തളർന്നു പോയി ഗൈസ്. അപ്പൊ ഗായ്സ് കേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ സെറ്റാണ്. അതിനാണ് കസേര എടുത്ത് നോക്കി, പക്ഷെ അത് കസേരത്തിൽ കൂടെ തെന്നി താഴെ വിടുമായിരുന്നു. ഇതാകുമ്പോൾ ഇച്ചിരി സ്പോഞ്ച് ആയതുകൊണ്ട് അതിന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പൊ കേക്ക് ഇവിടെ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഗൈസ്, കിയക്ക് കൂട്ടിലിരിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കേക്ക് കൂട്ടിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നേക്കാളും ഇഷ്ടം മനുഷ്യന്മാരുടെ അടുത്തേക്ക് ഇരിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ കൂടെ നല്ല കളിക്കും. അപ്പോൾ കിയക്ക് ഇടി വെട്ടുമ്പോഴൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇടി വെട്ടിയ സമയത്ത് ആ വാതിൽ തുറന്നു വന്നു. അവളിങ്ങനെ തലയും കൊണ്ടൊക്കെ വാതിൽ തുറന്നു വന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വാതിൽ താക്കോലിട്ട് പൂട്ടുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് തുറക്കാൻ പറ്റില്ല. ഇടി വെട്ടുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ കൂടുതൽ ആൾക്കാരുടെ കൂടെ നിൽക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വീട്ടിലൊക്കെ കൂടുതൽ വളർത്തുന്ന പട്ടിയാണ് അവൾ. കിയക്ക് 1.5 വയസ്സുള്ളൂ ഗൈസ്. അത് അവൾക്ക് വയറ് നിറഞ്ഞിട്ട് ആ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടും. കാരണം അവളുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ കിയയുടെ കൂട്. കിയക്ക് ഭയങ്കര വലിയ കൂടൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ഇത്രയും വലിയ കൂടായിട്ട് പോലും കിയക്ക് ഈ കൂടിലല്ല താമസിക്കാൻ കൂടുതൽ ഇഷ്ടം. കിയക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ മനുഷ്യന്മാരായിട്ട് കൂടുതൽ ഇങ്ങനെ താമസിക്കാനും മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ കിയ. അപ്പൊ ഗായ്സ് ഒരു ദിവസം ഭയങ്കര ഇടിയും മഴയും. അപ്പം കിയ ഈ കൂട്ടി കിടക്കുവാണ് കേട്ടോ. കിയ ഭയങ്കര കുഞ്ഞിതായതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര പേടി. അപ്പോൾ പിന്നെ അതങ്ങനെ കൈ കൊണ്ട് തള്ളി തള്ളി തുറക്കാനൊക്കെ ശ്രമിക്കുകയായിരുന്നു. വള്ളി കെട്ടി വെച്ചുകൊണ്ട് തന്നെ അത് കടിച്ച് പൊട്ടിച്ചു. പിന്നെ അത് തുറക്കാൻ വേണ്ടി അത് വായ കൊണ്ട് ഇങ്ങനെ കാണിച്ചത് തുറന്നു. പിന്നെ അത് കൈ കൊണ്ട് തള്ളി തുറന്നിട്ട് അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ അത് തുറന്നിട്ട് അതിനെ വീട്ടിൽ കിട്ടിയത്. അത് പിന്നെ ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോഴും അത് സെറ്റിന് മുകളിൽ കയറിയിരുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന ആ കട്ടിലേലും അത് കയറി. അതിനിങ്ങനെ സോഫ്റ്റ് പോലെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കിടക്കുകയും ചെയ്യും സോഫ്റ്റ് പോലെയുള്ള സ്ഥലത്തൊക്കെ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അത് അങ്ങനെ തുറക്കുന്നുണ്ട്, കടിച്ച് തുറക്കുന്നുണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം അതിൻ്റെ താക്കോല് വെച്ചാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ താക്കോല് പിന്നെ ഇത് വെച്ചാണ് ഞങ്ങൾ പൂട്ടുന്നത് ഇരിക്കുന്നത്. ഞങ്ങൾ കിയനെ കൂട്ടി കയറ്റാൻ വിളിച്ചിട്ട് അത് വരുപോലും. കാരണം അതിന് ഇങ്ങനെ ഇവിടെ കൂടെ വീട്ടിൽ കൂടെ ഒക്കെ ചുറ്റും നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മമ്മി ഒരു വാക്ക് പറഞ്ഞാൽ അപ്പം കയറിക്കോളൂ കേട്ടോ. മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മേനെയാണ് ഞങ്ങൾ മമ്മി എന്ന് പറയുന്നത്. കൂട്ടിക്കയറാം കൂട്ടിക്കയറാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഓടൂട്ടോ ഗൈസ്. അവന് കൂട്ടിക്കയറുന്ന ഇഷ്ടമില്ല. ഒട്ടും ഇഷ്ടമില്ല. കൂട്ടിക്കയറാം നമുക്ക് കൂട്ടിക്കയറാം. കൂട്ടിൽ
തന്നെ അപ്പോൾ അത് വന്ന് കിടക്കുന്ന പ്ലേസ് ഇതാണ് ഗൈസ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ മുംബൈയിലായിരുന്ന സമയത്താണ് കിയനെ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നതെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ കിയനെ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നപ്പോൾ തന്നെ കിയനെ കാണാനൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കേരളയിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഗൈസ്. ഞങ്ങൾക്ക് കിയാനെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞങ്ങൾ തിരിച്ച് മുംബൈയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കിയനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ബിസ്ക്കറ്റ് ബാ ബാ ബാ. അങ്ങനെ ഗൈസ് ഞാൻ പട്ടിന് സഹിച്ചിരിക്കുന്നു. ഇടിക്കുക. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പൊ ഗൈസ് അമ്മ പൂട്ടി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഗൈസ് ഈ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. കിയോടപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.